ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ് അരീനയുടെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായലാർ. ഇന്ന് 2024 ഒക്ടോബർ 9 ബുധനാഴ്ചയാണ്. ഇന്ന് ഏറെ പ്രത്യേകതകളുള്ള ഒരു ദിവസം കൂടിയാണ്. ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറി ആണ് ഇന്ന്. കൂടാതെ RBIയുടെ പോളിസി അനൗൺസ്മെൻറ്റ്, അങ്ങനെ കുറേ കാര്യങ്ങൾ ഇന്ന് സംഭവിക്കാനുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഇൻട്രാഡേ ട്രേഡേഴ്സിനോട് സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമായിരിക്കും ഇന്ന്. കാരണം RBIയുടെ പോളിസി അനൗൺസ്മെൻറ്റ്, റിപ്പോ റേറ്റും കാര്യങ്ങളൊക്കെ ഇന്നാണ് അനൗൺസ് ചെയ്യുക. അത് 10 മണിക്കാണ് പത്രസമ്മേളനം വരിക. 10 മണിക്ക് ഏകദേശം അതിൻ്റെ അനൗൺസ്മെൻറ്റ് ഉണ്ടാവും. റിപ്പോ റേറ്റിൽ മാറ്റമില്ലാതെ തുടരുകയാണെങ്കിൽ ഒരു പക്ഷേ മാർക്കറ്റ് താഴോട്ട് പോകാൻ സാധ്യതയുണ്ട്. ഇനി അതല്ല, അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാർക്കറ്റിൽ ഒരു മുന്നേറ്റം ഉണ്ടാവും. അത് നമുക്ക് ആ സമയത്ത് മാത്രമേ കൃത്യമായിട്ട് അറിയാൻ പറ്റുള്ളൂ. സോ നിഫ്റ്റി ഇപ്പോൾ ഉള്ളത് 25,000-ലാണ്. കാരണം ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഈ ഒരു ട്രെൻഡ് ലൈൻ കുറേ നാളായിട്ട് ഫോളോ ചെയ്തു വരുന്ന ഈ ഒരു സപ്പോർട്ട് ലൈൻ 24,750 ആ ലെവലിൽ മാർക്കറ്റ് സപ്പോർട്ട് എടുക്കുമോ ഇല്ലയോ എന്നുള്ളതായിരുന്നു ചോദ്യം. സോ അവിടെ ഇന്നലെ സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും RBI പോളിസിയിൽ റിപ്പോ റേറ്റിൽ മാറ്റമുണ്ടാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം മാർക്കറ്റിനെ പിടിച്ചു നിർത്തേണ്ടത് ഒരാവശ്യം കൂടിയാണ്. സോ ഗവൺമെൻറ് അതിനനുസരിച്ചുള്ള തീരുമാനങ്ങളായിരിക്കും എടുക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്നലെ തന്നെ ആ ഒരു പ്രതീക്ഷയിൽ മാർക്കറ്റ് തിരിച്ച് കയറാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇതിൻ്റെ ഇടയിൽ ഒരു ദിവസം ഇതേപോലെ തിരിച്ച് കയറിയിരുന്നു മുകളിലോട്ട്, എന്നിട്ട് അതുപോലെ വരികയാണ് ചെയ്തത്. സോ ഇന്നലെ തിരിച്ച് കയറിയിട്ടുണ്ട്. അത് റിക്കവറി ആണ് എന്ന് തെറ്റിദ്ധരിക്കരുത്. പുൾ ബാക്കിൽ ഇന്ന് അതിനെ ആ ട്രെൻഡ് റിവേഴ്സലിന് അനുകൂലമായ രീതിയിൽ RBI പോളിസി അനൗൺസ്മെൻറ്റ് വരികയാണെങ്കിൽ ഇവിടെ നിന്ന് മാർക്കറ്റ് നല്ല രീതിയിൽ തിരിച്ച് കയറും. എസ്പെഷ്യലി ബാങ്ക് നിഫ്റ്റിയും ഫിൻ നിഫ്റ്റിയൊക്കെ നല്ല രീതിയിൽ കയറിപ്പോരും. സോ 10 മണിക്ക് ശേഷം കൃത്യമായ ഒരു ഡാറ്റ കിട്ടിയതിന് ശേഷം ട്രേഡിംഗ് തുടങ്ങുന്നതായിരിക്കും എല്ലാവർക്കും നല്ലത് എന്നെനിക്ക് തോന്നുന്നു. ദെൻ നമുക്ക് മറ്റ് പോയിന്റുകൾ നോക്കുകയാണെങ്കിൽ, ഇൻട്രാഡേ ചെയ്യുന്നവർക്കായിട്ട് ഇൻഫോസിസ്, ഡോക്ടർ റെഡ്ഡീസ്, PB ഫിൻടെക്, പ്രീമിയം എനർജീസ്, ഫിനിക്സ് മിൽസ്, സിഗ്നേച്ചർ ഗ്ലോബൽ, ഇത്രയും സ്റ്റോക്കുകൾ ന്യൂസിൽ ഹൈലൈറ്റ് ചെയ്ത് വന്നതാണ്. സോ നിങ്ങളതൊന്ന് കൺസിഡർ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഗോൾഡിൻ്റെ റേറ്റ് $2,618 കുറഞ്ഞിട്ടുണ്ട്. ഗോൾഡിൻ്റെ പ്രൈസ് ഇടിയുന്നത് സ്റ്റോക്ക് മാർക്കറ്റിൽ പ്രൈസ് കൂടാൻ, അതായത് മൊത്തത്തിൽ വേൾഡ് വൈഡായിട്ട് ഗോൾഡിൻ്റെ പ്രൈസ് കുറയുന്നുണ്ടെങ്കിൽ ഓഹരി വിപണിയിൽ മുന്നേറ്റത്തിന് സാധ്യതയുണ്ട് എന്നാണ് പറയാറുള്ളത്. ക്രൂഡ് ഓയിൽ ഇന്നലെ 76 ഉണ്ടായിരുന്നു, ഇന്ന് 74 ആയിട്ടുണ്ട്. USD INR 83.96 രൂപ. ഇന്നലെ ഒരു ദിവസം മാർക്കറ്റ് ഒന്ന് മുന്നോട്ട് കയറിയപ്പം 1 പൈസയുടെ ഒരു മുന്നേറ്റം ഇന്ത്യൻ രൂപക്കുണ്ടായി. ദെൻ വോഡാഫോൺ ഐഡിയ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. അവർ ഗവൺമെൻറ്റുമായിട്ട് അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ടെലികോമുമായിട്ട് ഒരു ഡിസ്കഷനിലാണുള്ളത്. അവരുടെ സ്പെക്ട്രം ചാർജസ് ഇത് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ബാങ്ക് ഗ്യാരണ്ടി കൊടുക്കാതെ സ്പെക്ട്രം എടുക്കാൻ വേണ്ടിയിട്ടുള്ള എന്തൊക്കെയോ ചർച്ചകളാണ്. അപ്പോൾ ഏതെങ്കിലും കാരണവശാൽ ഗവൺമെൻറ് ബാങ്ക് ഗ്യാരണ്ടി വേവ് ഓഫ് ചെയ്ത് കൊടുത്താൽ, അത് വേണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐഡിയയുടെ സ്റ്റോക്ക് കയറാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ 9 രൂപയോ 9 രൂപ 50 പൈസ എങ്ങാണ്ടാണ് അതിൻ്റെ സ്റ്റോക്ക് പ്രൈസ് ഉള്ളത്. സോ വലിയൊരു കമ്പനിയാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഐഡിയ പൊട്ടിപ്പൊളിഞ്ഞ് നിൽക്കുകയാണെങ്കിലും അത് ഇപ്പോഴും റണ്ണിങ്ങിലുള്ള വലിയൊരു കമ്പനിയാണ്. അപ്പോൾ അത് ഒന്ന് മനസ്സ് വെച്ച് കയറുകയാണെങ്കിൽ നല്ല രീതിയിൽ അത് കയറി. ഇപ്പോൾ 121 രൂപയിലുണ്ടായിരുന്ന സ്ഥലത്തു നിന്നാണ് അത് നേരെ 9-10 രൂപയിലേക്ക് വന്ന് നിൽക്കുന്നത്. തിരിച്ച് 20 രൂപയിലെത്തിയാൽ പോലും അത്യാവശ്യം നല്ലൊരു പ്രോഫിറ്റ് എല്ലാവർക്കും കിട്ടും. ദെൻ ഇത്രയൊക്കെയാണ് പ്രധാനപ്പെട്ട ഹൈലൈറ്റ്സ് ഉള്ളത്. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റിലേക്ക് ഒന്ന് നോക്കുകയാണെങ്കിൽ, US മാർക്കറ്റ് ക്ലിയർലി ബുള്ളിഷ് ആയിട്ടാണ് അവസാനിച്ചിരിക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റ് ക്ലിയർലി ബെയറിഷ് ആയിട്ടാണ് അവസാനിച്ചിരിക്കുന്നത്. മറ്റു മാർക്കറ്റ് എല്ലാം തന്നെ ഒരു മിക്സ്ഡ് ആയിട്ടുള്ള റെസ്പോൺസാണ്. ദെൻ ഇന്ത്യയുടെ ഗിഫ്റ്റ് നിഫ്റ്റിയിലേക്ക് വരികയാണെങ്കിൽ, ഇന്ന് ഗിഫ്റ്റ് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്ത് 25,121-ലാണ്. ഇന്ന് ഓപ്പൺ ആയിരിക്കുന്നത് 25,177-ലാണ്. 56 പോയിന്റിൻ്റെ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് ഇന്ന് കിട്ടിയിരിക്കുന്നത്. കറൻ്റ്ലി ട്രേഡിംഗ് നടക്കുന്നത് 25,164-ല്. ഓപ്പണായ സ്ഥലത്തുനിന്ന് 13 പോയിന്റ് താഴെയാണ് ഇപ്പോൾ ട്രേഡിംഗ് നടക്കുക. എന്നാൽ പോലും ഇന്നലത്തെ ക്ലോസിങ്ങിനേക്കാളും 43 പോയിന്റ് മുകളിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. തീർച്ചയായിട്ടും അത് ഒരു പോസിറ്റീവ് വൈബ് ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. മാർക്കറ്റ് മുകളിലോട്ട് പോകും എന്നുള്ളതിനൊരു സൂചന കൂടിയാണ് ഈ ഗിഫ്റ്റ് നിഫ്റ്റിയുടെ ഈ ഒരു പെർഫോമൻസ്.
ദെൻ ഗ്ലോബൽ ഈവൻറ്റ്സ് ഇന്ന് നോക്കുകയാണെങ്കിൽ ഇന്ത്യ ക്യാഷ് റിസർവ് റേഷ്യോ, ഇന്ത്യ RBI ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ, USA API ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് ചേഞ്ച്, ജർമ്മനി ബാലൻസ് ഓഫ് ട്രേഡ്, ജർമ്മനി ഇമ്പോർട്ട്സ് ആൻഡ് എക്സ്പോർട്ട്സ് ഡാറ്റ, USA FOMC മിനിറ്റ്സ്. ഇത്രയും സംഭവങ്ങളാണ് ഇന്ന്, ഇത്രയും ഡാറ്റകളാണ് ഇന്ന് പുറത്തു വരാനുള്ളത്. ദെൻ റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന കമ്പനികളിലേക്ക് പോവുകയാണെങ്കിൽ ലോട്ടസ് ചോക്ലേറ്റ് കമ്പനി, GTPL ഹാത്വേ, വെസ്റ്റേൺ കാരിയേഴ്സ് ഇന്ത്യ, വിവിഡ് മെർക്കൻഡൈൽ, റെറ്റാൻ, TMT, ക്രേറ്റോ, സിസ്കോൺ, RO ജുവൽസ്. ഇത്രയും കമ്പനികളാണ് ഇന്ന് റിസൾട്ട് അനൗൺസ് ചെയ്യാനുള്ളത്. F&O ബാനിൽ വന്നിരിക്കുന്നത് ബന്ധൻ ബാങ്ക്, ബി-സോഫ്റ്റ്, സെയിൽ, GNFC, RBL ബാങ്ക്, ഗ്രാന്യൂൾസ്, പഞ്ചാബ് നാഷണൽ ബാങ്ക്, ഹിന്ദ് കോപ്പർ, IDFC ഫസ്റ്റ് ബാങ്ക്, മണപ്പുറം. IDFC ഫസ്റ്റ് ബാങ്കിൻ്റെ എന്തോ ഒരു ന്യൂസ് ഉണ്ടായിരുന്നു, അവരേതോ മദർ കമ്പനിയായിട്ട് മേർജ് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ ഒരു ന്യൂസ് ഞാൻ വായിച്ചിരുന്നു. അതിൻ്റെ കൺഫർമേഷൻ എൻ്റെ ഇല്ല, ഇപ്പോഴാണ് ഞാനത് ഓർത്തത്. സോ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിക്കോളൂ. IDFC ഫസ്റ്റ് ബാങ്കിൻ്റെ സംഭവം എന്താണെന്ന് 9-ാം തീയതിയാണ് അതൊരു ന്യൂസ് ഹൈലൈറ്റ് ഉണ്ടായിരുന്നത്. ഞാനൊരു നോട്ടൊക്കെ എഴുതി വെച്ചിരുന്നു, പക്ഷേ ന്യൂസ് കളക്ട് ചെയ്യാൻ മറന്നുപോയി എന്നുള്ളതാണ് സത്യം. ഇന്നലത്തെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇന്നലെ 5729 കോടിയുടെ സെല്ലിംഗ് ആണ് നടത്തിയത്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 7000 കോടിയുടെ ബൈയിങ് ആണ് നടത്തിയത്. അങ്ങനെ 1271 കോടിയുടെ നെറ്റ് ബൈയിങ് ആണ് ഇന്നലെ മാർക്കറ്റിൽ ഉണ്ടായിരുന്നത്. ഇന്നലെ എന്താ പറയുക, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് സെല്ലേഴ്സ് ആണെങ്കിൽ കൂടി ഇന്നലെ മാർക്കറ്റ് റിക്കവർ ആയിട്ടുണ്ട്. അതൊരു നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. സാധാരണ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് സെല്ലേഴ്സ് ആണെങ്കിൽ മാർക്കറ്റ് ഒന്നുകിൽ കൺസോൾട്ടേഷൻ അല്ലെങ്കിൽ ബെയറിഷ് ആണ് ഉണ്ടാവാറുള്ളത്. പക്ഷേ ഇന്നലെ അത് പോസിറ്റീവായിട്ടുണ്ട്. എന്തായാലും അവരുടെ ഒരു പ്രാതിനിധ്യം ഇവിടെ കുറയാണെന്ന് തോന്നുന്നു ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ. അവർ എന്തായാലും അതൊരു നല്ല കാര്യമായിരിക്കും. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാർക്കറ്റിനെ കൺട്രോൾ ചെയ്യുന്നൊരവസ്ഥ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. മൊത്തത്തിൽ ഈ മാസം 44,742 കോടിയുടെ സെല്ലിംഗ് ആണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചെയ്തിരിക്കുന്നത്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണെങ്കിൽ 46,674 കോടിയുടെ ബൈയിങ്ങും ചെയ്തിരിക്കുന്നു. അങ്ങനെ മൊത്തത്തിൽ ഈ മാസത്തിൽ 1931 കോടിയുടെ ബൈയിങ് ആണ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ സൈഡിൽ നിന്നും നടന്നിട്ടുള്ളത്. ദെൻ ഇന്നലത്തെ നിഫ്റ്റിയുടെ പെർഫോമൻസ് ഒന്ന് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി 24,832 ഓപ്പൺ ആയിട്ട് 180 പോയിന്റ് മുന്നേറ്റത്തിൽ 25,013 ക്ലോസ് ചെയ്തു. അതായത് താഴോട്ട് വീണ ഒരു റബ്ബർ പന്ത് തെറിച്ച് വരുന്നത് പോലെ ബൗൺസ് ബാക്ക് നല്ല രീതിയിലായിരുന്നു. 24,750 വരെ പോയതാണ്. അവിടെ നിന്നാണ് മാർക്കറ്റ് കുതിച്ചു കയറി വന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ഇന്നലത്തെ ഒരു പോക്ക്. കഴിഞ്ഞ 5 ദിവസം കൊണ്ട് നിഫ്റ്റിയിൽ 1048 പോയിന്റിൻ്റെ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. അതേപോലെ ഈ മാസത്തിൽ 775 പോയിന്റിൻ്റെ നഷ്ടമാണ് നിഫ്റ്റിക്ക് ഉണ്ടായിരിക്കുന്നത്. ഇന്നലെ നിഫ്റ്റിയിൽ നോർമൽ CPR ആയിരുന്നു, പക്ഷേ പ്രൈസ് ആക്ഷൻ അതിനെ ക്രോസ് ചെയ്തിട്ടുണ്ട്. ഈ പ്രൈസ് ആക്ഷൻ CPR പ്രൈസ് ആക്ഷൻ ക്രോസിങ് വരുന്നതിന് 2 ദിവസമൊക്കെ ക്രോസ് ചെയ്യാതിരുന്നാൽ 3-ാമത്തെ ദിവസം അത് ക്രോസ് ചെയ്യും. ഇനി 3 ദിവസം ക്രോസ് ചെയ്തില്ലെങ്കിൽ 4-ാമത്തെ ദിവസം അത് മസ്റ്റാണ്. അതിനപ്പുറത്തോട്ട് അത് പോകാറില്ല. മാക്സിമം 3 ഡേയ്സ് പ്രൈസ് ആക്ഷനെ CPRനെ ക്രോസ് ചെയ്യാതെ പ്രൈസ് ആക്ഷൻ വൺ സൈഡ് പോവും. 4-ാമത്തെ ദിവസം ഉറപ്പായിട്ടും അത് തിരിച്ചു വന്നിട്ട് അതിനൊന്ന് ടച്ച് ചെയ്തിട്ട് പോകും. അങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി. ഇന്ന് നിഫ്റ്റിക്ക് നോർമൽ CPR ആണ്. പ്രത്യേകിച്ച് അതിനെക്കുറിച്ച് അത്ഭുതങ്ങളൊന്നുമില്ല. ഇന്ന് ഇന്ത്യ വിക്സ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് 14.59 അത്യാവശ്യം നല്ലൊരു വിക്സാണ്. ഇത് 15.8 എത്തിയിട്ട് തിരിച്ചിറങ്ങിയതാണ്. സോ മാർക്കറ്റ് മുകളിലോട്ടാണ് കയറുന്നതെങ്കിൽ ആ പീക്കിലേക്ക് എത്തുമ്പോൾ വിക്സ് കുറഞ്ഞു വരും. നോക്കാം എങ്ങനെയാണ് വരുന്നതെന്നുള്ള. പുട്ട് കോൾ റേഷ്യോയിലേക്ക് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയുടെ പുട്ട് കോൾ റേഷ്യോ 0.55 ആണ്. ഹയസ്റ്റ് കോൾ റേറ്റിംഗ് വന്നിരിക്കുന്നത് 25,500 84 ലക്ഷമാണ്. ഹയസ്റ്റ് പുട്ട് റേറ്റിംഗ് 25,000 51 ലക്ഷം. അതായത് കോൾ സൈഡിലാണ് ഓപ്ഷൻ റേറ്റിംഗ് കൂടുതൽ നടന്നിട്ടില്ല. അപ്പോൾ ഓപ്ഷൻ റൈറ്റേഴ്സ് ചിന്തിക്കുന്ന മാർക്കറ്റ് താഴോട്ട് പോകും എന്ന് തോന്നുന്നു. ബാങ്ക് നിഫ്റ്റി ഇന്നലെ 284 പോയിന്റിന്റെ മുന്നേറ്റം ഉണ്ടാക്കി. ഫിൻ നിഫ്റ്റി 141 പോയിന്റിന്റെ മുന്നേറ്റം ഉണ്ടാക്കി. സെൻസെക്സ് 808 പോയിന്റിന്റെ മുന്നേറ്റം ഉണ്ടാക്കി. നിഫ്റ്റി മിഡ് ക്യാപ്പ് 236 പോയിന്റിന്റെ മുന്നേറ്റം ഉണ്ടാക്കി. നല്ല മൂവ്മെന്റ് ആയിരുന്നു ഇന്നലെ കിട്ടിയത്. അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ഇന്ന് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും, അതായത് RBI പോളിസിയിൽ മാറ്റം വരുത്തി മാർക്കറ്റിനെ പിടിച്ചു നിർത്തുന്ന രീതിയിലേക്ക് അവർ കാര്യങ്ങൾ എത്തിച്ചാൽ മാർക്കറ്റ് ഇന്ന് ശരിക്കും കയറിപ്പോവും. അല്ലെങ്കിൽ റിപ്പോ റേറ്റിൽ മാറ്റമില്ല എന്നാണ് പറയുന്നതെങ്കിൽ മാർക്കറ്റ് ഇടിയാനും സാധ്യതയുണ്ട്. കാരണം മൊത്തത്തിൽ പല കാര്യങ്ങളും അതിനെ സ്വാധീനിക്കുന്നുണ്ട്. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ചൈനയിലേക്കാണ് പോകുന്നത് എന്നൊരു തിരിച്ചറിവ് അവിടെയുണ്ട്.
അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. പിന്നെ മിഡിൽ ഈസ്റ്റിലെ ടെൻഷൻസ് അങ്ങനെ. അപ്പോൾ ഇവിടെ മാർക്കറ്റിനെ പിടിച്ചു നിർത്തേണ്ടത് ഒരു ആവശ്യം കൂടിയാണ് ഗവൺമെൻറ്. എനിക്ക് തോന്നുന്നത് എന്തായാലും അതിനനുസരിച്ച് ഒരു നീക്കം ഉണ്ടാകും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്നലെ നിഫ്റ്റിയുടെ എക്സ്പയറി ആയിരുന്നു. അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച പോലെ ഒന്നും സംഭവിച്ചില്ല. ഇന്നലെ നമ്മൾ നോ ട്രേഡ് സോൺ പറഞ്ഞ സ്ഥലത്ത് മാർക്കറ്റ് ഓപ്പണായി. അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ഔട്ടിന് ശ്രമിച്ചു. പക്ഷേ നല്ല രീതിയിൽ താഴോട്ട് തന്നെ വന്ന് നോ ട്രേഡ് സോണിൽ തന്നെ അത് അവസാനിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. ഇന്ന് ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറി ആണ്. ഇതിനകത്തും ബാങ്ക് നിഫ്റ്റിയിൽ ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ്. ഫ്ലാറ്റ് ഓപ്പണിങ്ങിൽ മാർക്കറ്റ് അവിടുന്ന് ഫർദർ അപ്പ് മൂവ്മെൻറ്റ് തരാനാണ് സാധ്യത. എന്തായാലും ഇന്നത്തത് ക്ലിയർലി ന്യൂസ് ഡ്രിവൺ മാർക്കറ്റ് ആയിരിക്കും. ഈ RBI പോളിസി അനൗൺസ്മെൻറ്റ്, പിന്നെ ഇന്നലെ കൂടാതെ ഇന്നലത്തെ ഇലക്ഷൻ റിസൾട്ട് എല്ലാം മാർക്കറ്റിനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. സോ മാർക്കറ്റ് ഇവിടെ ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിൽ മാർക്കറ്റ് മുകളിലോട്ട് പോകും എന്നാണ് റാസ് ലെവൽസിൻ്റെയും നോ ട്രേഡ് സോണിൻ്റെയും ഒരു കോമ്പിനേഷൻ നമ്മളോട് പറയുന്നത്. ഫ്ലാറ്റ് ഓപ്പണിങ്ങിൽ അതായത് ഈ നമ്മുടെ നോ ട്രേഡ് സോണിനകത്ത് ഓപ്പണായിട്ട് മാർക്കറ്റ് മുകളിലോട്ട് പോകും എന്നാണ് പറയുന്നത്. ഇനി എന്താ പറയുക, ഇന്നത്തെ ഡേ ഹൈ വരാൻ സാധ്യതയുള്ളത് 51,416 അതുപോലെ ഡേ ലോ പ്രതീക്ഷിക്കുന്ന 50,626. ഞാൻ മാർക്കറ്റ് മുകളിലോട്ട് പോകും എന്ന് പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞത് കരുതി ആരും പോയിട്ട് ഉടനെ തന്നെ കോൾ സൈഡിലേക്കൊന്നും എൻട്രി എടുക്കരുത്. ഞാൻ ഒരു ഊഹാപോഹമാണ് പറയുന്നത്. അതൊന്നും അങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങളെ കണ്ണുകൊണ്ട് ക്യാൻഡിൽസ് മുകളിലോട്ട് കയറി പോകുന്നത് കണ്ടാൽ മാത്രമേ നിങ്ങൾ ട്രേഡ് എടുക്കാൻ പാടുള്ളൂ. നിങ്ങളുടെ തീരുമാനത്തിലായിരിക്കണം ട്രേഡ് എടുക്കുന്നത്. ദെൻ ഇവിടെ ഇന്നൊരു ഹയസ്റ്റ് റെസിസ്റ്റൻസ് വരാൻ സാധ്യതയുള്ളത് യെസ്റ്റർഡേ ഹൈയിലാണ്. യെസ്റ്റർഡേ ഹൈ എന്ന് പറഞ്ഞാൽ 51, 185, 176 എന്നുള്ള ആ ഒരു സോണിൽ ഒരു റെസിസ്റ്റൻസ് ഉണ്ടാവും. മാർക്കറ്റ് അതിൻ്റെ മുകളിലാണ് ഓപ്പൺ ആകുന്നതെങ്കിൽ പിന്നെ കട്ട് ചെയ്ത് താഴോട്ട് ഇറങ്ങാൻ സാധ്യതയില്ല. ഇനി താഴെയാണ് ഇറങ്ങുന്നതെങ്കിൽ അവിടെ ഒന്ന് കൺസോൾട്ടേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. കാരണം 10 മണിക്കാണ് RBI പോളിസി അനൗൺസ്മെൻറ്റ്. പിന്നെ ഇലക്ഷൻ റിസൾട്ടിൻ്റെ ഭാഗമായിട്ടുള്ള എന്തെങ്കിലും ആഘോഷങ്ങൾ ഉണ്ടെങ്കിൽ രാവിലെ തന്നെ അത് കാണാൻ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരിക്കും ഉണ്ടാവുക. സോ ഇന്ന് പ്രത്യേകിച്ച് ബാങ്കിങ് സെക്ടറിനെ ബന്ധപ്പെട്ട് ബാങ്ക് നിഫ്റ്റിയുടെ ഒരു എക്സ്പയറിയാണ് ഇന്ന്. RBIയുടെ പോളിസി വരുന്നതെല്ലാം ബാങ്ക് നിഫ്റ്റിയാണ് നേരിട്ടിട്ട് ബാധിക്കാൻ പോകുന്നത്. സോ അതിന് പ്രിപ്പയർഡായിട്ടിരിക്കുക. അത് പരമാവധി ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക. ദെൻ നോ ട്രേഡ് സോണായിട്ട് നമുക്ക് ഈ ഒരു ഭാഗത്തെ നോ ട്രേഡ് സോണായിട്ട് കരുതേണ്ടി വരും. അതായത് 51,028 മുതൽ 50,821 വരെയുള്ള ഏകദേശം ഒരു 200 പോയിൻറ്റിൻ്റെ ഒരു സ്പേസാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇതിനകത്ത് മാർക്കറ്റ് അലമ്പ് പരിപാടി കാണിക്കും എന്നതിൽ സംശയമില്ല. സോ നിങ്ങൾ ട്രേഡ് ഇതിൻ്റെ അകത്ത് എൻട്രി എടുക്കുന്നുണ്ടെങ്കിൽ മാക്സിമം പെട്ടെന്ന് എക്സിറ്റ് ആവാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പ്രോഫിറ്റ് ബുക്കിംഗ് ക്വിക്കാക്കാൻ വേണ്ടിയിട്ട് വളരെ പെട്ടെന്ന് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക. ലോവർ സൈഡിലേക്ക് പോകുകയാണെങ്കിൽ ഇന്നത്തെ ഡേ ലോ വരും എന്ന് പ്രതീക്ഷിച്ച ഈ ഒരു സോണിലാണ് മാർക്കറ്റ് സപ്പോർട്ട് എടുക്കേണ്ടത്. 50,671, 626 എന്ന ഒരു 49 പോയിൻറ്റിൻ്റെ ഒരു സോൺ. ഈ സോണിൽ മാർക്കറ്റ് സപ്പോർട്ട് എടുക്കാൻ എല്ലാവിധ സാധ്യതയുണ്ട്. ഇനി അത് പൊട്ടിക്കഴിഞ്ഞാൽ ഇന്നലത്തെ ഡേ ലോ വന്നിരിക്കുന്ന ഈ സോണിലായിരിക്കും മാർക്കറ്റിന് സപ്പോർട്ട് കിട്ടുക. എന്തായാലും ഒരു റെയർ കേസ് സിനാരിയോയിൽ മാർക്കറ്റ് 50,356 വരെ പോയേക്കാം. അതേപോലെ 51,416 വരെയും പോയേക്കാം. രണ്ടിൽ ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് ഇന്ന് കിട്ടും. RBI പോളിസിയുടെ ഇതുവരെ അനൗൺസ് ചെയ്തിട്ടില്ല. ഇന്ന് 10 മണിക്കാണ് അനൗൺസ് ചെയ്യാൻ പോകുന്നത്. സോ ആ സമയത്തേക്ക് വരുന്ന RBIയുടെ പോളിസി എങ്ങനെയാണോ അതിനനുസരിച്ചാണ് മാർക്കറ്റ് നീങ്ങുക. സോ ഇവിടെ പ്രിഡിക്ഷനോ മുൻവിധികൾക്കൊന്നും തന്നെ പ്രസക്തിയില്ല. മാർക്കറ്റ് വാച്ച് ചെയ്യുക. 10 മണിക്ക് ശേഷം ട്രേഡ് പ്ലാൻ ചെയ്യുക. ഒരു 10-10:15 ആകുമ്പോൾ ഈവൻ 10:30 ആയാലും പ്രശ്നമൊന്നുമില്ല. വൺ സൈഡ് മൂവ്മെൻറ്റ് കൺഫേം ആയതിനു ശേഷം നിങ്ങൾ ട്രേഡ് എടുക്കാൻ ശ്രദ്ധിക്കുക. ഓൾറൈറ്റ്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയൊക്കെയാണുള്ളത്. കോപ്പി ട്രേഡിങ്ങിനെ കുറിച്ച് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. ഞാൻ പരമാവധി അല്ലെങ്കിൽ നിങ്ങളൊന്ന് എന്നെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യണമെങ്കിൽ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യാം. എല്ലാ ശനിയാഴ്ചയും അതിൻ്റെ പെർഫോമൻസ് അപ്ഡേറ്റ് വീഡിയോ രൂപത്തിൽ ഞാനിവിടെ ഷെയർ ചെയ്യാം. ദെൻ നിങ്ങളുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എല്ലാ ഭാഗത്തും ഉണ്ടാവണം. എല്ലാവിധ ആശംസകളും നേരുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വിശദമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.